ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോണിൽ യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സെറ്റിംഗ് കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയും അതുവഴി നമ്മുടെ വ്യൂസ് എല്ലാം നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യം സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ക്യാമറ സെലക്ട് ചെയ്യുക. ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ഓപ്ഷൻ ഫോർമാറ്റ് എന്ന ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്: ഹൈ എഫിഷ്യൻസി, മോസ്റ്റ് കോമ്പാറ്റബിൾ. ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈ എഫിഷ്യൻസി എന്ന ഓപ്ഷനാണ്. നിങ്ങൾ 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് അതുപോലെ 1080 240 ഫ്രെയിം പെർ സെക്കൻഡിലെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഹൈ എഫിഷ്യൻസി എന്ന ഓപ്ഷനിൽ വരും. അതിനാൽ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഹൈ എഫിഷ്യൻസി എന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ റെക്കോർഡ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യുന്നത് 4K 24 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് അല്ലെങ്കിൽ ഫിലിം സ്റ്റൈൽ എല്ലാം നൽകുന്നതിന് നല്ല ഒരു ഓപ്ഷനാണ് 4K 24 ഫ്രെയിം പെർ സെക്കൻഡ്. അതുപോലെ നല്ല ക്ലാരിറ്റിയോടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഈ ഒരു സെലക്ഷൻ യൂസ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ പാൽ ഫോർമാറ്റ് ആണ്. എന്താണ് പാൽ ഫോർമാറ്റ് എന്ന് നോക്കാം. ചില കൺട്രീസ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബ്രോഡ്കാസ്റ്റ് വീഡിയോ ഫോർമാറ്റ് ആണിത്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് പോലെ യൂറോപ്യൻ കൺട്രീസ്, ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം ഈ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുക. ഇപ്പോൾ അഡീഷണലായി രണ്ട് ഫോർമാറ്റ് കൂടി മുകളിൽ വന്നിരിക്കുന്നത് കാണാം. അതായത് 1080 25 ഫ്രെയിം പെർ സെക്കൻഡ് അതുപോലെ 4K 25 ഫ്രെയിം പെർ സെക്കൻഡ്. ഞാൻ സാധാരണ 4K 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഞാൻ ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുകയാണ്. അടുത്ത ഒരു ഓപ്ഷൻ HDR വീഡിയോ ആണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ് ആണ്. ഇത് ഓൺ ചെയ്ത് നമ്മൾ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള വീഡിയോ ആണ് ലഭിക്കുക. പക്ഷേ യൂട്യൂബിൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ എക്സ്പോസ്ഡ് ആയാണ് കാണാൻ സാധിക്കുക. ഇതിനു കാരണം നമ്മൾ അധികം പേരും യൂസ് ചെയ്യുന്നത് റെഗുലർ SDR മോണിറ്റർ അല്ലെങ്കിൽ സ്ക്രീനാണ്. HDR മോണിറ്റർ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റായ ക്ലാരിറ്റി എല്ലാം കാണാൻ സാധിക്കൂ. അതിനാൽ തന്നെ ഞാൻ ഈ ഓപ്ഷൻ സാധാരണ ഓഫ് ചെയ്ത് വെക്കാറാണ് പതിവ്. ഇനി നിങ്ങൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്താണ് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ അടുത്തൊരു ഓപ്ഷനാണ് ഓട്ടോ FPS. ഇതും ഞാൻ സാധാരണ ഓഫ് ചെയ്ത് വയ്ക്കാറാണ് പതിവ്. അതിനാൽ തന്നെ ഓട്ടോമാറ്റിക്കായി ലോ ലൈറ്റ് വീഡിയോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഫ്രെയിം റേറ്റ് ഒന്നും ചേഞ്ച് ആകില്ല. അടുത്ത ഓപ്ഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ലോ ക്യാമറ. ഇത് ഓഫ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ക്യാമറ എല്ലാം സ്വിച്ച് ചെയ്യും. അതിനാൽ തന്നെ ഞാൻ ചെയ്യുന്ന പോലെയുള്ള വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ലോ ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കാറാണ് പതിവ്. ഇനി അടുത്ത ഓപ്ഷനിൽ പോകുമ്പോൾ റെക്കോർഡ് സ്ലോ മോഷൻ എന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിൽ 1080 120 ഫ്രെയിം പെർ സെക്കൻഡ് അതുപോലെ 240 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഞാൻ 240 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം 120 FPS കൂടുതൽ സ്ലോ മോഷൻ 240 FPS ലഭിക്കുക. അടുത്ത ഓപ്ഷൻ യൂസ് വോളിയം അപ്പ് ഫോർ ബസ്. ഇത് ഞാൻ ഓഫ് ചെയ്ത് വെക്കാറാണ്. അതുപോലെ QR കോഡ്സ്, ഡിക്റ്റഡ് ടെക്സ്റ്റ് ഇവയെല്ലാം ഞാൻ ഓൺ ചെയ്ത് വെക്കാറാണ് പതിവ്. ഇനി വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഗ്രിഡ്. ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈൻസ് എല്ലാം കാണിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ കറക്റ്റായി ഫോക്കസ് ആയും സ്റ്റഡി ആയും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ മിറർ ഫ്രണ്ട് ക്യാമറ. ഇത് ഞാൻ ഓഫ് ചെയ്ത് വയ്ക്കാറാണ്. അതുപോലെ വ്യൂ ഔട്ട്സൈഡ് ദി ഫ്രെയിം എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കാറാണ് പതിവ്. ഇതെല്ലാമാണ് ഞാൻ ഐഫോൺ യൂസ് ചെയ്ത് യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ള സെറ്റിംഗ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.